ഹലോ നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിട്ട് അതുപോലും ഭംഗിയായിട്ട് ചെയ്യാൻ ഇവർക്ക് പറ്റിയിട്ടില്ല കേട്ടോ. ഇങ്ങനെ ഒരു ടാസ്ക് കൊടുത്തിട്ട് അതിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് ബിഗ് ബോസ് വീട്ടിൽ സാധാരണ എങ്ങനെയാണോ അവർ നടക്കുന്നത് അതുപോലെ അങ്ങ് നടക്കുവാണ്. ഗസ്റ്റ് ഹോട്ടലിൽ വന്നിട്ടുണ്ട്, അവരെ വിളിച്ചുകൊണ്ട് പോയിട്ട് ബിഗ് ബോസ് വീട് പരിചയപ്പെടുത്തുവാണ്. ഇതാണ് സർ ഞങ്ങൾ കിടക്കുന്ന ജയിലി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ബിഗ് ബോസ് വീട് മൊത്തം പരിചയപ്പെടുത്തിക്കൊണ്ട് നടക്കുവാണ്. ആ സമയം അതൊരു ഹോട്ടലാണ്, അവരവിടുത്തെ ഗസ്റ്റാണ് എന്ന ഒരു വിവരവും ബോധവും എണ്ണത്തിനില്ല കേട്ടോ. ടാസ്ക് വളരെ ഭംഗിയായിട്ട് കുളമാക്കി കൊടുത്തിട്ടുണ്ട് എന്ന് വേണം പറയാനേ. പേരിന് മാത്രം മാനേജർ, ഷെഫ്, കുക്കൊക്കെ. ഇവിടെ മാനേജറേക്കാൾ പവർ ഷെഫിനാണെന്ന് തോന്നുന്നു കേട്ടോ. ബിന്നിൽ അതുപോലത്തെ ഒരു ഷോഫാണ് അവിടെ കാണിക്കുന്നത്. അതുപോലെ ഒരു വശത്ത്, അതുപോലെ മറ്റൊരു വശത്താണെങ്കിൽ പാവ പോയ സങ്കടത്തിലിരിക്കുന്ന അനുമോളെ ആശ്വസിപ്പിക്കുന്ന മറ്റു വീട്ടുകാർ ഒന്നും പറയണ്ട, എന്തോ ആടേത്. പിന്നെ ഇവിടുത്തെ ഒരു മണിയാണ് കേട്ടോ നമ്മുടെ അനുമോള് എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും എടുത്തിട്ട് അടിക്കാൻ പറ്റുന്നൊരു സാധനം. എന്നാൽ ഇവിടെ അഭിലാഷി, നൂറ, അനീഷൊക്കെ കുറച്ചൊക്കെ ഒന്ന് ക്യാരക്ടർ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. മുതലാളിയുടെ മോൾ ആദില ഇതിൻ്റെ ഇടക്ക് പോയിട്ട് നമ്മുടെ നൂറയൊക്കെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. എത്ര നല്ല ടാസ്ക് ആയിരുന്നറിയാം. ഒരു കാര്യം ഉറപ്പാണ്, ഒന്നുകിൽ ഇവരാരും കഴിഞ്ഞ സീസണിലൊന്നും ഇങ്ങനത്തെ ഒരു ടാസ്ക് കണ്ടിട്ടുണ്ടാവില്ലേ. ചിലപ്പോഴ് ഇവരിവിടെ വന്നത് ബുദ്ധി കൊണ്ട് കളിക്കാനല്ലല്ലോ, അതുകൊണ്ട് തന്നെ മസിൽ പവർ കാണിക്കാനുള്ളതൊന്നും ഇവിടെ കണ്ടു കാണില്ല. പിന്നെ എന്തു പറയാനാണ്, ഇവിടെ ഉള്ളതും കണക്കാണ് വന്നതും കണക്കാന്ന് പറഞ്ഞ അവസ്ഥയായേ. ഈ ഗസ്റ്റ് ഉണ്ടല്ലോ, ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാനാണ് നോക്കുന്നത്. അല്ലാതെ ഒരു ടാസ്കിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ഗസ്റ്റായിട്ട് വന്നതെന്ന് ഒരു ഓർമ്മയും അവർക്കില്ലെന്ന് തോന്നുന്നത്. ഗസ്റ്റായിട്ട് വന്നാൽ ഗസ്റ്റായിട്ട് തന്നെ അവിടെ നിൽക്കാൻ ശ്രമിക്കണമായിരുന്നു. അതിൽ ഷിയാസും നമ്മുടെ ശോഭയൊക്കെ ഒന്ന് വീക്കായി പോയി കേട്ടോ.